അങ്ങനെ ഇവിടെ വാശിയേറിയ മത്സരം നടക്കുകയാണ്. ചക്ക മുറിക്കൽ മത്സരം. എനിക്ക് ഒരു ചക്ക വെട്ടാനുള്ള അറിയത്തൊന്നുമില്ല. അപ്പോൾ എൻ്റെ മകനോട് പറഞ്ഞേക്കുകയാണ്, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചക്കയും അവനും തമ്മിലുള്ള വാശിയേറിയ മത്സരം ഇവിടെ നടക്കുന്നുണ്ട്. കാണാം നമുക്ക്. ചക്ക അടത്തി പീസാക്കി അതിൻ്റെ ചുളയാക്കി തന്നാൽ ഇവർക്ക് ഞാൻ വേവിച്ച് കൊടുക്കും. അല്ലാതെ എൻ്റെ അടുത്തൊരു ചക്ക കൊണ്ടുവന്നിട്ട് ഒരു രക്ഷയില്ല. എൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മയ്ക്ക് പോലും ചക്ക വെട്ടി അടത്തി കഷ്ണങ്ങളാക്കി ചുളയാക്കി കൊടുത്തിരുന്നത്. അപ്പോൾ ഞങ്ങൾക്കും അത്ര ശീലമൊന്നുമില്ല. അവൻ എടുത്തു തരുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ അവൻ, അല്ലെങ്കിൽ അവൻ്റെ അച്ഛനുണ്ടെങ്കിൽ അച്ഛനെ കൊണ്ട് എടുപ്പിക്കും. അങ്ങനെ ചക്കതാ ഇവിടെ 2 പീസായി കിട്ടിയിരിക്കുകയാണ്. ഇനി ഇതിനെ 4 ആക്കണം. 4-ൽ നിന്നും പിന്നെയും 8 ആക്കണം. 8-ൽ നിന്നും പിന്നെയും ഏതെങ്കിലും ഒരു ചെറിയ പീസ് എടുത്ത് തന്നാൽ കൊള്ളാം. ചെറുത് മതി. ചക്ക 4 പീസാക്കി. ഈ കാണുന്ന പോലെയല്ല കേട്ടോ, ഭയങ്കര ഒരു ചക്കയാ, വലിയ ചക്കയാണ്. ഈ ഫോണിൽ കാണുന്ന പോലെയല്ലേ, അത് എടുക്കാൻ ഇച്ചിരി പ്രയാസം തന്നെയാണ്. അവൻ എന്നെയും ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് ചക്ക മൊത്തത്തിൽ എന്നോടുള്ള ദേഷ്യമാണോ ചക്കയോടുള്ള ദേഷ്യമാണോ, ചക്ക ഏതായാലും പിന്നെയും മുറിഞ്ഞ് കഷ്ണങ്ങളാക്കിക്കൊണ്ടിരിപ്പുണ്ട്. ഇതിൽ വൈകിട്ടത്തേക്ക് എനിക്കുള്ള പണിയാണിത്. അങ്ങനെ എൻ്റെ പുത്രൻ ചക്ക ചുളയാക്കി തരുന്നുണ്ട്. ഇത് ബാക്കി വെർഷൻ എൻ്റെയാണ്. ഇനി ഇത് അരിഞ്ഞെടുത്ത് വേവിക്കുന്ന ചക്ക ഇടയ്ക്ക് എൻ്റെ മേത്തോട്ട് തെറിക്കുന്നുണ്ട്. ചക്ക വർഷം പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചക്ക കണ്ടതുപോലെ ഒന്നുമില്ല. ചക്ക കണ്ട ഭയങ്കര വലിയ ചക്ക എന്ന് വെച്ചാൽ ചക്കച്ചോള ദാ ഇങ്ങനെ മെലിഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു. അപ്പം പുറമേ കാണുന്നത് പോലെയല്ല എല്ലാം എന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെ ചക്കച്ചുളകൾ കുറച്ച് ചക്കപ്പുഴുക്ക് വയ്ക്കാനും എടുത്തു, കുറച്ച് വറക്കാനും എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ചക്കപ്പുഴുക്ക് റെഡിയായിട്ടുണ്ട്. പിന്നെ മീൻകറി. ആകെ നല്ല ജോലിയായിരുന്നു. അങ്ങനെ ചക്കപ്പുഴുക്ക് റെഡിയായി, മീൻകറി റെഡിയായി. ഇന്നത്തെ രാത്രി ഭക്ഷണമാണ് ചക്കപ്പുഴുക്കും മീൻകറിയും.